നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഫോബിയയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ചിലർക്ക് ചില വസ്തുക്കളോടോ സാഹചര്യങ്ങളോടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോടോ അകാരണമായ പേടിയും ആദിയും ഉണ്ടാകാം. ലിഫ്റ്റ്, വിമാനയാത്ര, ഉയരം, സ്ഥലം, ആൾക്കൂട്ടം, ഡ്രൈവിംഗ്, മൃഗങ്ങൾ, ജീവികൾ, അങ്ങനെ പലതും. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഇവർ ഒഴിഞ്ഞുമാറി നിൽക്കാറുമുണ്ട്. ഫോബിയകളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊപ്പം ചേരുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജസാർ അബ്ദുൽ ജബ്ബാർ ഉണ്ട്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, എന്താണ് ഫോബിയ? ഇതൊരു മാനസിക പ്രശ്നമാണോ? ഇതൊരു യുക്തിരഹിതമായ പ്രശ്നങ്ങളല്ലേ? ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരം ഉത്കണ്ഠ പ്രശ്നമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് നമ്മുടെ സാധാരണ സൈക്യാട്രിക് ഡയഗ്നോസിസുകളിലൊക്കെ ഉത്കണ്ഠ പ്രശ്നങ്ങളുണ്ട്. ഉത്കണ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയെക്കുറിച്ച്, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഓരോ സംഭവങ്ങളെ കുറിച്ചുള്ള ഒരു ആന്റിസിപ്പേഷൻ, ഒരു മുൻകൂറായി തയ്യാറെടുത്ത് അത് സംഭവിക്കാൻ പോകുന്നു എന്ന ചിന്തകൾ നിരന്തരമായി വരുന്ന ഒന്നാണ് അടിസ്ഥാനപരമായി ആങ്സൈറ്റി എന്ന് പറയുന്നത്. ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ആങ്സൈറ്റികളുടെ ഒരു കൂട്ടം ഡിസോർഡേഴ്സിലുള്ള ഒരു വിഭാഗമാണ് ഫോബിയ എന്ന്. ഫോബിയകൾ തന്നെ പലതുമുണ്ട്. അതിൽ ഫോബിയയിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അതിനെപ്പറ്റി പറയാനുള്ളത് ഇറാഷണൽ ഫിയർ. ഇറാഷണൽ ഫിയർ എന്ന് പറഞ്ഞാൽ അകാരണമായ അല്ലെങ്കിൽ കാരണങ്ങളൊന്നും ഇല്ലാത്ത, യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടതല്ലാത്തൊരു സിറ്റുവേഷൻ. നോർമലി നമ്മളിലുള്ള ആളുകളിൽ സാധാരണ നിലക്ക് നമ്മൾ ഭയപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും അപകടകരമായ, ഇപ്പൊ ഒരു പാമ്പിനെ കണ്ടാൽ നിങ്ങൾക്ക് ഭയം തോന്നുന്നു എന്ന് പറഞ്ഞാൽ അത് നോർമലായിട്ടുള്ള ഒരു ഭയമായിട്ടേ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആ പാമ്പ് ഒരു കൂട്ടിൽ കിടക്കുന്നു, അപ്പോൾ പോലും ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ആ പാമ്പിനെ ഭയപ്പെടുന്നു. അല്ലെങ്കിൽ നമ്മൾ ഹൈറ്റുകളെ ഭയപ്പെടുന്നു. അല്ലെങ്കിൽ പ്ലെയിനിൽ വളരെ സുരക്ഷിതമാണെന്ന് നമുക്ക് അറിയാവുന്ന ഒരു സാഹചര്യമായിട്ട് പോലും അകാരണമായി അതിനെക്കുറിച്ച് തന്നെ ഭയപ്പെടുന്നു, അതിലേക്ക് കയറാൻ ഭയപ്പെടുന്നു. അതുപോലെ ലിഫ്റ്റുകളിൽ കയറാൻ, അടഞ്ഞ മുറികളിൽ കയറാൻ ഭയപ്പെടുന്നു. ഇങ്ങനെ അപകടം ഇല്ല എന്ന് നമ്മൾ കരുതുന്ന സാഹചര്യങ്ങൾ പോലും, അല്ലെങ്കിൽ ഏറെക്കുറെ സുരക്ഷിതം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുന്ന അകാരണമായ ഭയം. പാറ്റയെ കുറിച്ചുള്ള ഭയം, പാറ്റ ചിലപ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു സാധനമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അകാരണമായ ഒരു ഭയം എന്ന് പറയുന്നതിനെയാണ് അടിസ്ഥാനപരമായി നമ്മൾ ഫോബിയ എന്ന് പറയുന്നത്. ഡോക്ടർ, ഫോബിയ എത്ര തരമാണ്? ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ ഫോബിയകൾ എന്ന് പറയുന്നത് രണ്ട് തരമായിട്ടാണ് നമ്മുടെ സൈക്കാട്രിക് ക്ലാസിഫിക്കേഷനിലൊക്കെ നമ്മൾ സാധാരണ പറയാനുള്ളത്. രണ്ട് തരം ഭയങ്ങളാണ് പ്രധാനമായിട്ട് അകാരണമായ ഭയങ്ങൾ പറയുന്നത്. ഒന്ന് സ്പെസിഫിക് ഫോബിയ എന്ന് പറയുന്ന ഒരു വിഭാഗവും മറ്റൊന്ന് സോഷ്യൽ ഫോബിയ അല്ലെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. സ്പെസിഫിക് ഫോബിയ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വസ്തുവിനോടോ ഒരു പ്രത്യേക സാഹചര്യത്തോടോ ഒക്കെയുള്ള ഒരു ഭയം. കാരണം ലിഫ്റ്റിൽ കയറുമ്പോൾ ഭയമുണ്ടെങ്കിൽ അതൊരു സ്പെസിഫിക് ഫോബിയ ആയിട്ട് നമുക്ക് കണക്കിലാക്കാം. അല്ലെങ്കിൽ നമ്മൾ പാറ്റയെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ പല്ലിയെ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ വസ്തുക്കളെ ഭയപ്പെടുന്നു. ഇങ്ങനെയുള്ള ഭയങ്ങളെയാണ് ഏറ്റവും പ്രധാനമായിട്ട് സ്പെസിഫിക് ഫോബിയ എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ സോഷ്യൽ ഫോബിയ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നമ്മൾ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്നൊക്കെ പറയാം. അതായത് സാമൂഹികമായിട്ട് ഉണ്ടാകുന്ന ഉത്കണ്ഠകൾ, അല്ലെങ്കിൽ സാമൂഹിക സാഹചര്യങ്ങളിൽ ആളുകളുമായിട്ട് ഇടപഴകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രത്യേകമായിട്ട് ഇരിക്കുമ്പോഴോ പുറത്തായ സ്ഥലങ്ങളിലൊക്കെ ഇരിക്കുമ്പോഴോ ഒക്കെ മറ്റുള്ളവർ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്ന തോന്നൽ, മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കുന്നു എന്നുള്ള തോന്നൽ, ഞാൻ എങ്ങനെ നിൽക്കുന്നു, ഞാൻ എങ്ങനെ നടക്കുന്നു, അത് മറ്റുള്ളവർ നിരീക്ഷിക്കുന്നുണ്ടോ, അത് നിരീക്ഷിച്ചാൽ ഞാൻ മോശമായിട്ടാണോ ഇരിക്കുന്നത്, ശരിക്കാണോ ഇരിക്കുന്നത്, എൻ്റെ പോസ്റ്റർ ശരിയാണോ, എൻ്റെ മുഖഭാവം ശരിയാണോ, എൻ്റെ മുഖത്ത് ഭയം നിഴലിക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നിരന്തരമായി തന്നെ മറ്റുള്ളവർ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്താൻ പോകുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് സാധാരണ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സാധാരണ നിലയ്ക്ക് വലിയൊരു ശതമാനം ആളുകളിലും എന്തെങ്കിലുമൊക്കെ ഒരു തരം ഫോബിയകൾ ഉണ്ടാവാറുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തോട് പ്രത്യേകമായിട്ടുള്ള ഒരു അകാരണ ഭയമുണ്ട് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ ഒരു പടക്കം പൊട്ടിയാൽ ഭയങ്കരമായി ഭയക്കുന്ന ചില ആളുകളെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പല്ലി പാറ്റയൊക്കെ ഭയപ്പെടുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ ഭയപ്പെടുന്ന ഫിയർ, ഹൈറ്റുകൾ കാണുമ്പോൾ, ഹൈറ്റിൽ നമ്മൾ നല്ലൊരു ചില്ലും കൂട്ടിലുള്ള ഒരു ഹൈറ്റിലാണ്, വളരെ സുരക്ഷിതമായിട്ടാണ് അവിടുന്ന് താഴോട്ട് നോക്കുന്നതെങ്കിൽ പോലും ഭയപ്പെടുന്നുണ്ട്. അപ്പൊ എല്ലാവരിലും ഏറിയും കുറഞ്ഞും ഉള്ള ഫോബിയകൾ പലപ്പോഴും വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ള തരം കാരണങ്ങൾ. ഇതിന് പ്രധാനമായിട്ടുണ്ടാവുന്ന കാരണങ്ങൾ, ജനിതകമായ കാരണങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. മറ്റൊന്ന് സാമൂഹികമായി, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന തലച്ചോറിനുണ്ടാവുന്ന അനുഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഉദാഹരണത്തിന് ചുടുവെള്ളത്തിൽ വീണ പൂച്ച തിളച്ച വെള്ളം കണ്ടാൽ അറയ്ക്കും എന്ന് നമ്മൾ സാധാരണ, അല്ലെ പച്ചവെള്ളം കണ്ടാൽ അറയ്ക്കും എന്ന് നമ്മൾ പറയുന്നത് സാധാരണയായി നമ്മൾ പറയാറുള്ളതാണ്.
യഥാർത്ഥത്തിൽ അതിൽ വളരെയധികം സത്യമുണ്ട്. അതായത് നമ്മളെ പോലെ ഒരാൾ ഒരിക്കൽ തിളച്ച വെള്ളത്തിൽ വീണു, അല്ലെങ്കിൽ വളരെ അപകടകരമായ ഒരു സാഹചര്യം, പിന്നീട് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഭയം തുടങ്ങും, ഭയങ്കരമായിട്ട് പ്രതിരോധിക്കാനുള്ള ഭയം തുടങ്ങും. അത് പിന്നീട് അകാരണ ഭയമായി മാറും. അതുമായി ബന്ധപ്പെട്ട എന്ത് സാഹചര്യങ്ങൾ നമ്മൾ കാണുമ്പോഴും ഭയപ്പെടുന്നു, അങ്ങനെയുള്ള സാഹചര്യം. അപ്പോൾ ഒന്ന് ജനിതകമായിട്ട് തന്നെ നമുക്ക് ചെറുപ്പം മുതലേ ഈ ഉത്കണ്ഠപ്പെടാനും ഭാവിയെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഉത്കണ്ഠപ്പെടാനുള്ള ഒരു ടെൻഡൻസി ജനിതകമായി നമ്മൾ മാതാപിതാക്കളിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടിക്കാണും. അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, കുട്ടിക്കാലത്തുണ്ടായ അനുഭവങ്ങൾ പിന്നീട് നമ്മളെ വലുതാകുമ്പോൾ ഭയപ്പെടുത്താൻ, കാരണം ബ്രെയിൻ കൂടുതൽ അവിടെ കരുതലെടുക്കും. തിളച്ചവെള്ളം കണ്ട പൂച്ച പച്ചവെള്ളം കണ്ടാൽ അരയ്ക്കും എന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? പച്ചവെള്ളം കാണുമ്പോൾ തന്നെ ഇത് ചുടുവെള്ളമാണോ, അയ്യോ സൂക്ഷിക്കണോ, പേടിക്കണോ എന്ന് തോന്നുന്ന രീതിയിലാണ്. അതേപോലെ തന്നെയാണ് ഒരു ആക്സിഡന്റ് സംഭവിച്ച ആളാണെങ്കിൽ ഒരു കാറ് കാണുമ്പോൾ തന്നെ അയ്യോ ഇടിക്കോ, ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടുവോ, അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് കയറാൻ പറ്റൂ എന്ന അകാരണമായ ഭയങ്ങൾ പിന്നീട് ഉണ്ടാവുക എന്ന് പറയുന്നത് അവർക്ക് പിന്നീട് ഉണ്ടാകുന്ന അനുഭവങ്ങളെയും കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഉണ്ടാകുന്നത്. വ്യക്തമാണ് ഡോക്ടർ. ഫോബിയയും ഭയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതുപോലെ ഫോബിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ ഇത് തിരിച്ചറിഞ്ഞ് നമുക്കത് എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കും? ഭയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സാധാരണ ഭയങ്ങളാണ്. നിങ്ങൾക്കൊരു പാമ്പിനെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നു, നിങ്ങൾ അവിടുന്ന് വിട്ടു നിൽക്കുന്നു, നിങ്ങളിൽ ഭയം ജനിക്കുന്നു, നിങ്ങളിൽ നെഞ്ചെടിപ്പ് ഉണ്ടാവുന്നു, ചെറിയൊരു ആങ്സൈറ്റി തോന്നുന്നു, നിങ്ങളുടെ ശരീരം ചൂടുപിടിക്കുന്നു, നിങ്ങൾ ചെറുതായിട്ടൊന്ന് വിയർക്കുന്നു, നിങ്ങളുടെ തലയൊക്കെ ഒന്ന് ചെറുതായി പെരുത്തുവെന്നു, നിങ്ങൾ കരുതലെടുക്കുന്നു. ഈ ഭയം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകാം, അത് നോർമലായിട്ട് ഉണ്ടാകാവുന്നതാണ്. ഒരാൾ കത്തിയെടുത്ത് വാളെടുത്ത് നിന്നെ വെട്ടാൻ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയമാണ് അവിടെ ഉണ്ടാകുന്നത്. അവിടെ ഒരു ഇറാഷണൽ ഫിയർ അല്ല, കാരണം അവിടെ റിയൽ ആയിട്ട് ഒരാൾ നിന്നെ കൊല്ലുമട എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നുണ്ട്. അത് റിയൽ ത്രെട്ട്, അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ത്രെട്ട്, അല്ലെങ്കിൽ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പോകുന്നു, ഇനി ഉണ്ടാവാൻ പോകുന്നു, ഒരു ഇമ്മിനന്റ് ത്രെട്ട് വരാൻ പോകുന്നു. ഇത് വരുമ്പോൾ നമ്മൾ ഭയപ്പെടുകയും തയ്യാറെടുക്കുകയും ചെയ്യും. ഇത് തികച്ചും എല്ലാവർക്കും സ്വാഭാവികമാണ്, ഇതെല്ലാവർക്കും ആവശ്യവുമാണ്. കാരണം ഈ ഭയമാണ് മനുഷ്യന്റെ അതിജീവനത്തിന് സഹായിച്ചത്. മനുഷ്യൻ ആദ്യകാലങ്ങളിൽ പരിണാമപരമായി കാടുകളിലാണ് ആദ്യകാലങ്ങളിൽ ജീവിച്ചത്. അവിടെ എല്ലാ തരത്തിലുള്ള പ്രകൃതിപരമായിട്ടുള്ള ത്രെട്ടുകളും കാണുന്നു. ഇപ്പൊ ഒരു ഇടിമിന്നൽ ഏൽക്കുമ്പോൾ പേടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ കേൾക്കുമ്പോൾ ഭയം ഉണ്ടാകുന്നു, അത് എല്ലാം ഞങ്ങളുടെ മേത്ത് വന്ന് വീഴുമെന്ന ഭയം ഉണ്ടാകും. റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധ്യതകളുള്ള ഭയങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. എന്നാൽ ഫോബിയ എന്ന് പറയുന്നത് ഇറാഷണൽ ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്കൊരു ഭയക്കേണ്ടതായിട്ട് പ്രത്യേകിച്ച് ഒരു സാഹചര്യവുമില്ല. നിങ്ങളിപ്പോ ഈ വീടിനകത്തിരിക്കുന്നു, ഈ വീട് ഇടിഞ്ഞു വീഴുവോ എന്ന് അകാരണമായി നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം വരുന്നു. എന്നാൽ നല്ല ഉറപ്പുള്ള തൂണുകളും ഒക്കെ ഉള്ള ഒരു വീടാണ്, ഈ അടുത്ത് പണി കഴിഞ്ഞതാണ്, എന്നിട്ടും നിങ്ങളിൽ ഭയം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതൊരു തരം ഫോബിയാണ്. ഫോബിയയിലും ഫിയറിലും ഒക്കെ ഉണ്ടാകാൻ പോകുന്നത് ശാരീരികമായി ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഒരേ തരം ലക്ഷണങ്ങളാണ്. നിങ്ങളുടെ ശരീരത്തിൽ ചിലപ്പോൾ പാനിക് പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാം, നിങ്ങൾ അകാരണമായി വിയർക്കാം, നിങ്ങളിൽ കണ്ണ് ഇരുട്ട് കയറുന്നു എന്ന് നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് തലകറക്കം അനുഭവപ്പെടാം, അതുപോലെ നെഞ്ചിടിപ്പ്, വെപ്രാളം പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം. നിങ്ങളുടെ ശരീരത്തിന്റെ സിമ്പത്തിക് സിസ്റ്റം, നിങ്ങളുടെ അതിജീവനത്തിന്റെ ഭാഗമായിട്ടുള്ള സിമ്പത്തിക് സിസ്റ്റം ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകാം എന്നുള്ളതാണ് എന്ന് പറയാനുള്ളത്. പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് തന്നെ അകാരണമായിട്ട് നമുക്കൊരു വസ്തുവിനോട് ഭയവും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് മറ്റൊരു ലക്ഷണമാണ്. പ്രധാനമായിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും, അതിനോട് ഭയമുണ്ട്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു, അത് കാലങ്ങളായിട്ട് പോകുന്നില്ല. ഇപ്പൊ ഒരാൾക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉണ്ടെങ്കിൽ അയാൾ അങ്ങനെയുള്ള സദസ്സുകളിലേക്ക് പോവാതിരിക്കുക, അങ്ങനെയുള്ള ആളുകളെ മീറ്റ് ചെയ്യാതിരിക്കുക, ആ സ്ഥലങ്ങളിൽ പോകുമ്പോൾ പേടി ഉണ്ടാകുന്നുണ്ട്, അവിടുന്ന് മാറി നിൽക്കുന്നു. ഈ മാറി നിൽക്കലും കൂടിയും ഇതിന്റെ ഒരു ആങ്സൈറ്റി എന്ന് പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഫോബിയ എന്ന് പറയുന്ന അവസ്ഥയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്നാണ്. വ്യക്തമാണ് ഡോക്ടർ. സംശയങ്ങളുമായ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കാഞ്ഞങ്ങാട് നിന്ന് മധുവാണ്. മധു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, ഈ സ്റ്റേജ് ഫിയർ സഭാകമ്പം ഫോബിയയിൽപ്പെടുന്നതാണോ? സഭാകമ്പം, താങ്കൾക്ക് സഭാകമ്പം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സോഷ്യൽ ഫോബിയ എന്ന് പറയുന്ന വകുപ്പിൽ നമുക്ക് പെടുത്താവുന്ന കാര്യമാണ് സാധാരണ സഭാകമ്പം എന്ന് പറയുന്നത്. ഒരാൾക്ക് പ്രസംഗിക്കാൻ അയാൾക്ക് അയാളുടെ നിത്യ ജോലിയുടെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണെങ്കിൽ വല്ലപ്പോഴും വരുമ്പോൾ ചെറിയ സഭാകമ്പം ഉണ്ടാവുന്നുണ്ട്, അവിടെ ചെല്ലുമ്പോൾ ചെറിയ പേടി തോന്നുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും തോന്നാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു സ്റ്റേജിൽ പോകുമ്പോൾ അത് ശീലിക്കാത്ത ഒരാൾ അവിടെ പോവുകയാണെങ്കിൽ ഭയം ഉണ്ടാവാൻ സ്വാഭാവികമായ സാധ്യത ഉണ്ട്. അത് ശീലിക്കുന്ന ഒരാൾക്ക് അത് അത്ര പ്രശ്നമില്ല, പക്ഷെ ശീലമില്ലാത്ത ഒരാൾ ചെല്ലുമ്പോൾ ചെറിയൊരു സഭാകമ്പം, എനിക്ക് ശരിക്കും പറയാൻ പറ്റുമോ, ഇതൊക്കെ കുറച്ച് നോർമലാണ്. പക്ഷെ നിരന്തരമായി അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ഭയപ്പെടുകയും അവിടെ ചെല്ലുമ്പോൾ തല കറങ്ങി വീഴുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു തരം സോഷ്യൽ ആങ്സൈറ്റിയാണ്. അത് കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ ആവശ്യപ്പെട്ട് താങ്കളുടെ സാഹചര്യം അനുസരിച്ച് അത് മെച്ചപ്പെടുത്തുവാനുള്ള സംവിധാനങ്ങൾ നമുക്കുന്നുണ്ട്, അത് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഈ ഫോബിയയ്ക്ക് എന്താണ് ഒരു പരിഹാരം? എങ്ങനെ ഇത് മറികടിക്കാൻ സാധിക്കും? അതുപോലെ നമുക്ക് ഇതിനൊരു സ്വയം ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ?
സ്വയം പരിഹാരം ഇത് പലപ്പോഴും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ഫോബിയ എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ തിരിച്ചറിയും. പരിഹാര മാർഗങ്ങൾ പലതും ഉണ്ട്, നല്ല രീതിയിലുള്ള പരിഹാര മാർഗങ്ങൾ ഇന്ന് ലഭ്യവുമാണ്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് അകാരണമായിട്ടുള്ള ഒരു ഭയമാണെന്നും തൻ്റെ മനസ്സ് നിരന്തരമായി അതിനെക്കുറിച്ചുള്ള ഭയങ്ങൾ ഉള്ള പേടികളുള്ള ചിന്തകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നും ആ ചിന്തകളാണ് നമുക്ക് ഈ ഭയം ഉണ്ടാക്കിയെടുക്കുന്നതെന്നും അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഇമോഷൻസും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിലുള്ള മാറ്റങ്ങൾ, ആ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണെന്നുള്ളതും ആദ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ ആളുകൾക്കും ഇതിന് ചികിത്സകളൊന്നും വേണമെന്നോ നിർബന്ധമൊന്നുമില്ല. സ്വയം നിങ്ങളിലുള്ള ചിലപ്പോൾ നിങ്ങളുടെ ഫോബിയകളുള്ളത് ലളിതമായ രൂപത്തിലുള്ള ഫോബിയകളായിരിക്കും. നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നൊരു ശീലം ഉണ്ടാവും. ഉദാഹരണത്തിന് സോഷ്യൽ ആങ്സൈറ്റി വരുമ്പോൾ ഒഴിഞ്ഞു നിൽക്കുക എന്നൊരു ശീലമുണ്ടെങ്കിൽ, ആളുകൾ ഇന്ന് സദസ്സുകളിൽ പോയി നിൽക്കുന്നിടത്ത് ശീലമുണ്ട്, ആളുകൾ എന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നു, പ്രശ്നം ഉണ്ടാവുന്നു, പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ അമിതമായിട്ടുണ്ടാകുന്ന അകാരണമായിട്ടുണ്ടാകുന്ന ഒരു ചിന്താരീതിയാണെന്നും നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുകയല്ല ഇതിനുള്ള പരിഹാരമെന്നും കൃത്യമായി അവിടെ പോയി ചികിത്സ അല്ലെങ്കിൽ അങ്ങനെ പോയി ആ സദസ്സുകളിൽ നിന്ന് ശീലിച്ചു തുടങ്ങുക എന്നതുമാണ് അതിന് ഏറ്റവും നല്ലൊരു മറുമരുന്ന് അല്ലെങ്കിൽ പരിഹാരം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതിന് പല രീതികളുണ്ട്. ഇപ്പോൾ സോഷ്യൽ സാഹചര്യങ്ങളിൽ ഒരാൾക്ക് പല സോഷ്യൽ സാഹചര്യങ്ങളിലായിരിക്കും, അയാൾക്ക് ഓഫീസിൽ പോകുന്നത് കൂടുതൽ ഭയം, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നത് അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ഭയം, ആളുകളെ ഒരു കല്യാണ സദസ്സിൽ വെച്ച് വിട്ട് മീറ്റ് ചെയ്യുന്നത് കൂടുതൽ ഭയം. അങ്ങനെയാണെങ്കിൽ അയാളിലുള്ള ചെറിയ ചെറിയ ഭയങ്ങൾ എന്താണോ അതിനെ ആദ്യം നേരിടുന്ന രീതിയിൽ അതിന് പോവുകയും അവിടെ ശീലിക്കുകയും, അവിടെ ശീലിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ അസ്വസ്ഥതകൾ, ശരീരത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറുകയും ഇത്രയും ഭയപ്പെടുന്നില്ല കാര്യമൊന്നുമില്ല എന്ന് നമ്മുടെ ബ്രെയിൻ പതുക്കെ പതുക്കെ പഠിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ പിന്നെ അത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലുള്ള ഫോബിയകൾ എന്താണുള്ളത് ആ സാഹചര്യങ്ങളിലേക്ക് പോവുക, ശീലിക്കുക, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളൊക്കെ നിരീക്ഷിക്കാൻ കുറേശ്ശെയൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം. അതിലൂടെ പതിയെ 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 ഇത്തരം ഫോബിയകളെ മാറ്റിയെടുക്കാൻ സാധിക്കും. എന്നാൽ എല്ലാവർക്കും അത് ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ഇല്ലാതെ സാധിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്കുക. ഇതിനായി കാണേണ്ടത് പ്രധാനമായിട്ടും 2 വിഭാഗം ആളുകളെയാണ്. ഒന്ന് സൈക്യാട്രിസ്റ്റ്, മറ്റൊന്ന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. പ്രധാനമായിട്ടും ഇതിന് തെറാപ്പികളാണ് നമ്മൾ ചെയ്യുക. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പികളാണ് നമ്മൾ ഏറ്റവും ഫലപ്രദമായിട്ട് ഇതിന് കാണുന്നത്. അതായത് അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചെറിയ ചിന്താരീതികളെ, അവർക്ക് എന്താണ് അവരുടെ ചിന്താ വൈകല്യ രീതികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളത്, ഭയം, അകാരണമായ ഭയത്തിലുണ്ടാവുന്ന കാറ്റാസ്ട്രോഫൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് അകാരണമായ സാഹചര്യങ്ങൾ, എക്സ്ട്രീം സാഹചര്യങ്ങളെ കുറിച്ച് സങ്കല്പിക്കുക, ഇത്തരം കാര്യങ്ങൾ അവർക്കുണ്ടെന്ന് തിരിച്ചറിയാൻ സഹായിക്കുകയും അതിനെ നേരിടാൻ അവരെ പ്രാപ്തരാക്കി എടുക്കുകയും ചെയ്യും. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ബിഹേവിയർ തെറാപ്പികളായിട്ടുള്ള ഭാഗങ്ങൾ, സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ സൈക്യാട്രിസ്റ്റിന്റെയോ സഹായത്തോടു കൂടി അത് കൃത്യമായിട്ടുള്ള ആദ്യം താഴെയുള്ള ഭയങ്ങളെയും പിന്നെ ഏറ്റവും കൂടുതലുള്ള ഭയങ്ങളെയും പതുക്കെ പതുക്കെ നേരിടുന്ന രീതിയിലേക്ക് പലതരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ നേരിടാൻ സഹായിക്കുക. ഇമേജറികൾ, ഫ്ലഡിങ് പോലെയുള്ള പല ടെക്നിക്കുകൾ അതിൽ ഉപയോഗിക്കാൻ സാധിക്കും. ആ ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സൈക്കോളജിസ്റ്റിന്റെയോ സൈക്യാട്രിസ്റ്റിന്റെയോ സഹായത്തോടു കൂടി അതിനെ നേരിടാൻ സഹായിക്കാൻ സാധിക്കും. അവർക്ക് അത് കൂടുതൽ ഗൈഡ് ചെയ്യാൻ സാധിക്കും. പല സെഷനുകളിലൂടെ അത് പതുക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. എന്നാൽ എല്ലാ ആളുകളിലും ഈ പറയുന്ന സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷനോ എക്സ്പോഷറോ ഈ പറയുന്ന ടെക്നിക്കുകൾ ഫലപ്രദമാവുന്നില്ല. ചിലർ അകാരണമായ ഭയവും ബോധക്കേടും ബോധക്ഷയമൊക്കെ ഉണ്ടാവാം, കൂടെ മറ്റു ഉത്കണ്ഠാരോഗങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇങ്ങനെയുള്ള ആളുകൾക്ക് മരുന്നുകളും ചികിത്സകളും ലഭ്യമാണ്. മരുന്ന് ചികിത്സയും ഇതിന് വളരെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് മരുന്ന് ചികിത്സയും തെറാപ്പിയും ചേർന്നുകൊണ്ട് ചെയ്യുന്ന ചികിത്സാ രീതികളും വളരെ ഫലപ്രദമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ചികിത്സാ രീതികളും സ്വയം നമ്മൾ അതിനെ എക്സ്പോഷർ കൊടുക്കാൻ ശ്രമിച്ചിട്ടും നമുക്ക് അതിനെ നേരിടാൻ ധൈര്യം കിട്ടുന്നില്ല, നമ്മൾ അപ്പോഴും അതിനെ അവോയ്ഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള ചികിത്സാ രീതികളും ഇന്ന് ലഭ്യമാണ്. അതിലൂടെ പൂർണ്ണമായും ഈ പ്രശ്നത്തെ സാധാരണ ലെവലിലുള്ള ഒരാളുടെ ഉത്കണ്ഠയ്ക്ക് അപ്പുറം അല്ലാത്ത രീതിയിൽ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഡോക്ടർ, ഈ ഫോബിയ മറികടക്കാൻ ഒരു വ്യക്തിക്ക് വേണ്ടി കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും മറ്റും ചെയ്തു കൊടുക്കാവുന്നത് എന്താണ്? ആദ്യമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ആങ്സൈറ്റി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ ഉണ്ടെങ്കിൽ അവരെ പരിഹസിക്കുക എന്നുള്ളൊരു പരിപാടി ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒരു ഫോബിയ ഉണ്ടെങ്കിൽ ആ ഫോബിയ കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തുക, കണ്ടില്ല അവൻ അത് പേടിയാണ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഇത് ഒഴിവാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായി ഇതൊരു തരം ഫോബിയ ആണ് എന്നും
അത് നിനക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണെന്നും അത് നമ്മളുടെ ബ്രെയിൻ ഏതോ ഒരു കാലഘട്ടത്തിൽ എക്സസീവായിട്ട് അതിനോടൊരു ഭയം പഠിച്ചു വെച്ചിരിക്കുകയാണെന്നും എക്സസീവായിട്ട് ഉണ്ടാവുന്ന ചിന്തകളാണ് ഈ ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് വളരെ അനുതാപത്തോടു കൂടി പെരുമാറുക എന്നുള്ളതാണ് ആദ്യം ബന്ധുക്കൾ ചെയ്യേണ്ടത്. പരിഹസിക്കുകയും ഇത് ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ അവർ ആ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു ചെറിയ സാധനത്തോട് അടഞ്ഞ മുറിയോടായിരിക്കും ആദ്യകാലത്ത് പേടി. എല്ലാവരും കൂടി കളിയാക്കാൻ തുടങ്ങി അയാൾക്ക് നാളെ സോഷ്യൽ ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യുക. അയാൾക്ക് അങ്ങോട്ട് പോകുന്നത് ഇഷ്ടപ്പെടില്ലായിരിക്കും. മറ്റുള്ളവർ എന്നെ കളിയാക്കുന്നുണ്ട്, പൊതുവേ ഞാൻ എല്ലാവരിൽ നിന്നേക്കാൾ മോശക്കാരനാണെന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ഞാൻ താഴ്ന്നവനാണ്, ഭയമുള്ളവനാണ്, പേടിത്തൊണ്ടനാണെന്നൊക്കെയുള്ള സ്വയം ലേബലുകൾ അവർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ചെയ്യാവുന്ന കാര്യം. അതൊരു ഫോബിയാണ്. നമുക്കത് മാനേജ് ചെയ്യാൻ സാധിക്കും. നിനക്കത് ഇങ്ങനെ അവോയ്ഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ആ സാഹചര്യങ്ങളെ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതിനെ പതുക്കെ 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 അതിലേക്ക് നേരിടുക എന്നുള്ളതിന് ധൈര്യം നൽകിക്കൊണ്ട് അവരെ അതിലേക്ക് അവോയ്ഡൻസ് ബിഹേവിയർ എന്നാണ് നമ്മൾ അതിന് പറയാം. അതായത് ഒഴിവാക്കുക, ആ സാഹചര്യങ്ങൾ ഒഴിവാക്കുക, അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് അവർക്ക് ധൈര്യം പകരിക്കുകയും അവരെ കളിയാക്കാതിരിക്കുകയും പരിഹസിക്കാതിരിക്കുകയും അവരെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതവർക്ക് സ്വയം ചെയ്യാൻ സാധിക്കുന്നില്ല വെച്ചെങ്കിൽ അവരോട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ മറ്റുള്ളവരെ കാണുകയും കൃത്യമായി അതിനൊരു ചികിത്സ എടുക്കണം എന്നൊരു നിലപാട് എടുക്കുകയും അതിന് ധൈര്യമായിട്ട്, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല, ഇത് എന്തെങ്കിലും ഒരു തീവ്രമായ ഒരു മാനസിക രോഗമോ ഒന്നുമല്ല, ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്, പ്രത്യേകമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയാണ്, അതിനെ നമുക്ക് നേരിടാൻ സാധിക്കും. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള ഡോക്ടർമാരെ സമീപിച്ചുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാവുന്നതാണെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകുക എന്നുള്ളതാണ്, അതിന് സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ആയിട്ടുള്ള ഏറ്റവും അടുപ്പമുള്ളവർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ആലുവയിൽ നിന്ന് ജോസഫാണ്. ജോസഫ്, ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, ഞാൻ സ്ട്രോക്ക് വന്ന് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്. അപ്പൊ എവിടെയെങ്കിലും ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്റെ തോന്നല് പാമ്പായിരിക്കോ, ആ ഒരു തോന്നലാണ്. എപ്പോഴും ഓടി വന്ന് നോക്കും. പാമ്പായിരിക്കോ എന്നുള്ള തോന്നലല്ലേ? ആ, അപ്പൊ അതൊരു അപ്പൊ പാമ്പുണ്ടോ എന്നുള്ള ഭയമാണ്, അവിടെ പാമ്പുണ്ടോ എന്നുള്ള ഒരു ഭയമാണ്. ആ, ഹലോ പറഞ്ഞോ സാറേ. ഹലോ, അവിടെ ഹലോ, പറഞ്ഞോ. ഹലോ, വ്യക്തമല്ല, കേൾക്കാനൊന്നുമില്ല, ഒന്നും കേൾക്കാനില്ല. ഹലോ ഹലോ ജോസഫ്, ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? ഡോക്ടർ, കോളിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നം നേരിടുന്നുണ്ട്. ഡോക്ടർ, നമ്മുടെ കൂടെ മറ്റൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കുന്നംകുളത്ത് നിന്ന് പോൾസൺ ആണ്. പോൾസൺ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഇവിടെ നിങ്ങളുടെ സ്ഥലത്ത് ഒരാളെ കണ്ട എല്ലാവർക്കും ഭയം. അയാൾ ഒരാൾ ഉപദ്രവിക്കുന്ന ഒരാളോട് തെറി പറയുകയോ ഒന്നും ചെയ്യില്ല. വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു മനുഷ്യൻ. പക്ഷെ ജനങ്ങൾക്കൊക്കെ ഭയം. പുരോഹിതന്മാർക്കും അമ്പലവാസികൾക്കും എല്ലാവർക്കും ഭയം. അത് എന്തുകൊണ്ടാണ് ആ ഭയം എന്നത് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടോ? ചോദിച്ചു മനസ്സിലാക്കാൻ എല്ലാ ആൾക്കാർക്കും ഭയാണെന്ന് അവർക്ക് അങ്ങേരെ കണ്ടുകൂടാന്ന് പറയുന്നത്. അല്ല, അത് എന്തുകൊണ്ടാണെന്നുള്ളത് അവിടുത്തെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ കാരണം അഭിമുഖീകരിക്കുന്ന ഇതാ, കാണുന്നവരെല്ലാം അയാളെ ഓടി വഴി മാറുക, ഓടുക, പിടിക്കുകയൊക്കെ ചെയ്യുന്നു. അയാൾ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുകയോ ഒരു മറുപടി പറയുക, എന്തെങ്കിലും ഇവര് തെറി പറഞ്ഞാലും അയാൾക്ക് പോവാ. എന്നിട്ടും ആളുകൾക്ക് ഭയമാണ്. ആളുകൾക്കൊക്കെ ഭയം. അല്ല, അയാൾ എന്തെങ്കിലും ഒരു ദിവ്യനാണെന്നോ അയാൾ എന്തെങ്കിലും കൂടോത്രം ചെയ്യുമെന്നോ ഭയപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ടോ? ഒരു ദൈവവിശ്വാസി, ഒരു ക്രിസ്ത്യൻ ഫെലോഷിപ്പില് സമൂഹത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചു വരുന്ന ഒരു വ്യക്തി, അന്ത്യോളം അയാള് ഈ പ്രശ്നം കാരണം ദിവസത്തിൽ 7 പ്രാവശ്യം 101 പ്രാവശ്യം അയാള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക.
അപ്പൊ അത് എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നതെന്ന് ഭയപ്പെടുന്നവരോട് ചോദിച്ചാലേ എനിക്കത് അതിന് മറുപടി പറയാൻ സാധിക്കും. കാരണം ഞാൻ അയാളെ ഭയപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ഇപ്പൊ എനിക്ക് പറയാൻ പറ്റൂ. ബാക്കിയുള്ളവർ ഭയപ്പെടുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് അവര് തന്നെ മറുപടി പറയേണ്ട കാര്യമാണ്. അത് പറയാത്തോടത്തോളം കാലം അതിലെന്താണ് കൂടുതലൊന്നും എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശരി, പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഫോബിയകളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ജസാർ അബ്ദുൾ ജബ്ബാർ ആണ്. ഡോക്ടർ, നന്ദി.